അള്ളാഹുവിന് ചില ഇഷ്ടദാസന്മാർക്ക് ഉണ്ട്, അവർക്ക് എന്നും റമദാനാണ്, അവർക്കെന്നും ലൈലത്തുൽ ഖദ്റാണ്, അവർക്കെന്നും ബറായാണ്, അവർക്കെന്നും ലൈലത്തുൽ, അവർക്കെന്നും മോചന രാത്രിയാണ്, അവർക്കെന്നും മിഅ്റാജാണ്. അവരുടെ മനസ്സ് അല്ലാഹുവിന്റെ തഖറബിലേക്ക് വഅജ്നിഹത്തിൻ തതീശു ബിഗൈരി റിശി ഇലാ മലകൂതി റബ്ബിൽ ആലമീന. ചിറകില്ലാതെ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് മനസ്സ് പറന്നു പോകുന്ന ദിനരാത്രങ്ങളാണ്. ചില അടിമകൾക്ക് എന്നും ലൈലത്തുൽ ഖദ്റാണ്, ചില അടിമകൾക്ക് എന്നും ലൈലത്തുൽ മിഅ്റാജാണ്. അല്ലാഹുവിലേക്ക് അവരെ മനസ്സിങ്ങനെ പോയി ആ പരിശുദ്ധ ഹളീറത്തുൽ ഖുദ്സിലേക്ക് അവരെ മനസ്സെത്തുന്ന വല്ലാത്ത ഒരു രാത്രി, ദിനരാത്രങ്ങളാണ്. എല്ലാ രാത്രിയും അവർക്ക് ലൈലത്തുൽ ഖദ്റാണ്, എല്ലാ രാത്രിയും അവർക്ക് ലൈലത്തുൽ മിഅ്റാജാണ്, എല്ലാ രാത്രിയും ലൈലത്തുൽ സബ്കാണ്, എല്ലാ രാത്രിയും അവർക്ക് ലൈലത്തുൽ റമളാനാണ്, എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്റാണ്, എല്ലാ രാത്രിയും ലൈലത്തുൽ അറഫയാണ്, എല്ലാ രാത്രിയും ലൈലത്തുൽ ഈദൈനിയാണ്, എല്ലാ രാത്രിയും ലൈലത്തുൽ അശൂറ, എല്ലാ രാത്രിയും. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ അവൾക്ക് വസന്തമേ ഉള്ളൂ. ജീവിതത്തിന്റെ ഇല പൊഴിയുന്ന ഒരു ശിശിരം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്ക് ഇല പൊഴിയുന്ന ഒരു ശിശിരകാലമില്ല. അവർക്ക് നിറഞ്ഞു നിൽക്കുന്ന വസന്തോത്സവമാണ്. എന്നും ലൈലത്തുൽ ഖദ്റാണ്, എന്നും ലൈലത്തുൽ ബറാഅയാണ്, എന്നും ലൈലത്തുൽ റമളാനാണ്, എന്നും ലൈലത്തുൽ മുഹറമാണ്, എന്നും ലൈലത്തുൽ ആശൂറ. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നമ്മെ പോലെയുള്ള ആളുകൾ, അതായത് ലൈലത്തുൽ ബറാഅയും ലൈലത്തുൽ മിഅ്റാജും എല്ലാം എന്ന മിഅ്റാജ് എന്ന ബറാഅത്ത് ഹൗസ്. എന്തുകൊണ്ട്? അല്ലാഹുവിലേക്കൊന്ന് കരുണപേക്ഷിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, അല്ലാഹുവിലേക്കൊന്ന് പൊട്ടി കരയണം എന്ന് അന്വേഷിച്ച് എല്ലാവരും ഉസ്താദുമാരോട് ചോദിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ നോക്കുന്നു, പത്രങ്ങളിൽ നോക്കുന്നു, എന്താ പറയുക, കലണ്ടറിൽ നോക്കുന്നു, കണ്ടവരോടൊക്കെ ചോദിക്കുന്നു, എന്നാ ബറാഅത്ത് എന്ന, മിഅ്റാജ് എന്ന, റമദാൻ എന്ന തുടങ്ങുക, അറഫ രാത്രി എന്ന, അശൂറ രാത്രി എന്ന് ചോദിക്കുന്ന നാം അതേ സമയത്ത് നമുക്ക് എന്നും ലൈലത്തുൽ ബറാഅയാക്കാം, എന്നും ലൈലത്തുൽ സക്കാക്കാം, എന്നും ലൈലത്തുൽ അല്ലാഹുവിലേക്ക് മനസ്സിങ്ങനെ പറന്ന് വാജിനിഹത്തിൻ തതീശു ബിഗൈരി തുവലില്ലാതെ അല്ലാഹുവിലേക്ക് ചേർന്ന് പോകുന്ന എത്ര തുവലില്ലാതെ അല്ലാഹുവിലേക്ക് പറന്നു പോകുന്ന മനസ്സുകളുണ്ട്. തുവലില്ലാതെ പറന്നു പോകുന്ന മനസ്സുകൾ, തുവലില്ലാതെ പറന്നു പോകുന്ന ചിറകുകൾ അല്ലാഹുവിലേക്ക് ഇങ്ങനെ എത്തി. എല്ലാ രാത്രിയും നമുക്ക് അങ്ങനെയാക്കാൻ കഴിയും. ആ രാത്രിയെ കുറിച്ചാണ്, അങ്ങനെ ഒരു അബദിനെ പറ്റിയാണ്, ആ അവസ്ഥയിലേക്ക് ഒരു അടിമ ഉയർന്നു വരണം. അപ്പോഴാണ് ജീവിതം മുഴുവനും സന്തോത്സവമാവുക. അള്ളാഹു നമ്മളാക്കി തരട്ടെ. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കാണിക്കാം. വളരെ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം മുസ്ലിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. عن جابر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن في الليل ساعة لا يوافقها رجل مسلم يسأل الله خيرا من أمر الدنيا والآخرة إلا أعطاه إياه وذلك كل ليلة. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസിന്റെ റിപ്പോർട്ട്. അറിയാമല്ലോ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരാണ് ഈ ഹദീസ് മുസ്തഫ നബിയിൽ നിന്ന് കേട്ട് സമൂഹത്തിന് നൽകുന്നത്. എന്താ പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് മഹാനായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു. എന്താ പറയുന്നത്? ഇന്ന ഫിൽ ലൈല, എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. വേനൽ വർഷമില്ല, വസന്ത ഹേമന്തമില്ല, ഗ്രീഷ്മ ശിശിരമില്ല, മുഹറം റമളാൻ ഇല്ലാതെ
മുഹറം റമളാനും ഇല്ല, റബീഉൽ അവ്വൽ റബീഉൽ സാനിയും ഇല്ല. എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. എല്ലാ രാത്രിയിലും ശകുനവും ദുശകുനവും ഇല്ല, ഒന്നുമില്ല. രാത്രിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രാത്രി അത് വരാതെ ഇല്ല, ഏതെങ്കിലും രാത്രിയെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമില്ല. മോചനത്തിന് അപേക്ഷിക്കുന്നവരെ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ചിന്തിക്കണം. എന്നും ലൈലത്തുൽ ബറാഅയാക്കുക, എന്നും ലൈലത്തുൽ മിഅ്റാജ് ആക്കുക. എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. لا يوافقها رجل مسلم يسأل الله خيرا من الدنيا والآخرة. ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ ഒരു അടിമ ദുന്യാവിയ ഖൈറോ പരലോകത്തെ ഖൈറോ അവ അള്ളാഹുവോട് യാചിക്കുകയാണെങ്കിൽ ഇല്ല അതാഹു ഇയ്യാ, അള്ളാഹു അത് കൊടുക്കാതിരിക്കുകയേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ മോചനം ലഭിക്കുന്നു, അള്ളാഹുവിന്റെ പ്രത്യേകമായ സാമീപ്യം ലഭിക്കുന്നു, അള്ളാഹു തആല ചോദിച്ചതൊക്കെ നൽകുന്നു. ഇതല്ലേ ബറാഅത്തിന്റെ പ്രത്യേകത, ഇതാണല്ലേ ബറാഅത്തിന്റെ ഒരു പ്രത്യേകത, ഇതാണല്ലോ മിഅ്റാജിന്റെ ഒരു പ്രത്യേകത, ഇതാണ് ലൈലത്തുൽ ഖദറിന്റെ ഒരു പ്രത്യേകത, ഇതാണല്ലോ ലൈലത്തുൽ ഇദൈനിയുടെ ഒരു പ്രത്യേകത, ഇതാണല്ലോ ആശുറാന്റെയും ലൈലത്തുൽ മുഹറമിന്റെയും ഒരു പ്രത്യേകത. എന്നാൽ വദാലിക കുല്ല ലൈല, ഹബീബായ നബി പറയും വദാലിക കുല്ല ലൈല, അതെല്ലാ രാത്രിയിലും ഉണ്ടാവും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ലൈലത്തുൽ ബറാഅ ഉപയോഗപ്പെടുത്തിയവരെ, ലൈലത്തുൽ മിഅ്റാജ് ഉപയോഗപ്പെടുത്തിയവരെ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ? ലൈലത്തുൽ ബറാഅയിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഞാൻ അശ്രദ്ധനെ പറ്റിയല്ല പറയുന്നത്. അശ്രദ്ധൻ സ്വർഗീയ സൗകര്യത്തിന് നടുവിൽ ഇരുത്തി കൊടുത്താലും അശ്രദ്ധനായിരിക്കും. അശ്രദ്ധനിൽ നിന്ന് അശ്രദ്ധന്റെ നാമായ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഒന്നും സ്വീകരിക്കുകയില്ല. അശ്രദ്ധനെ പറ്റി ഇവിടെ വർത്തമാനം തന്നെ ഇല്ല. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇന്നലെ ലൈലത്തുൽ ബറാഅയായിരുന്നു, ഇന്നലെ മിനിഞ്ഞാന്ന് ലൈലത്തുൽ ബറാഅയായിരുന്നു. ചില നാടുകളിൽ മിനിഞ്ഞാന്നായിരുന്നു, ചില ആളുകൾ അഥവാ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച രാത്രിയായിരുന്നു, ചില ആളുകൾക്ക് വ്യാഴാഴ്ച രാവായിരുന്നു, ചില ആളുകൾക്ക് അത് ബുധനാഴ്ച രാവായിരുന്നു. ഗൾഫിലും മറ്റും പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, എന്നാണ് എപ്പോഴാണ് ലൈലത്തുൽ എന്തൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ദുആ ചെയ്യേണ്ടത്. പണ്ഡിതന്മാർ സോഷ്യൽ മീഡിയയിൽ അനവധി പ്രഭാഷണങ്ങൾ നടത്തി, അനവധി മോചന പ്രാർത്ഥനയുടെ അവസരങ്ങളെ കുറിച്ച് ധാരാളം പണ്ഡിതന്മാർ തെര്യപ്പെടുത്തി. പ്രാർത്ഥനയുടെ ആദ്യവാന്റെ ശീലുകളിൽ പുറത്തിറങ്ങിയ അൽഹംദുലില്ലാഹ്, സമയം മതിയായില്ല എന്ന് തോന്നി നേരം വെളുക്കുന്നവരെ ഉപയോഗപ്പെടുത്തിയ അടിമകൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷേ ഇന്ന ഫിൽ ലൈല ലസഹാ, എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. لا يوافقها عبد مسلم من خير الدنيا والآخرة يسأل الله من خير الدنيا والآخرة إلا أعطاه إياه. എല്ലാ രാത്രിയിലും ഒരു അവസരമുണ്ട്, എല്ലാ രാത്രിയും ഒരു സമയമുണ്ട്. അഥവാ എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദറുണ്ട്, എല്ലാ രാത്രിയും ലൈലത്തുൽ ബറാഅയുണ്ട്, എല്ലാ രാത്രിയും ലൈലത്തുൽ മിഅ്റാജുണ്ട്, എല്ലാ രാത്രിയും ലൈലത്തുൽ ആശുറയുണ്ട്, എല്ലാ രാത്രിയും ലൈലത്തുൽ റമളാനുമുണ്ട്. ഞാൻ അല്ലാഹുവിലേക്ക് തഖറബാകാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക എന്ന നിലയിലാണ് ഇത് പറയുന്നത്, അല്ലാതെ മറ്റുള്ള അതിന്റെ പ്രാധാന്യത്തിലല്ല. ചിന്തിക്കണം. ഇനി പ്രധാനപ്പെട്ട രാത്രികൾക്ക് പ്രാധാന്യമില്ലുണ്ട്. എല്ലാ രാത്രി ഉപയോഗപ്പെടുത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ രാത്രി അവനിൽ വന്നു പോകുമല്ലോ. എല്ലാ രാത്രി ഉപയോഗപ്പെടുത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ രാത്രി അവനിൽ വന്നു പോകുന്നു, അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ രാത്രിയും അല്ലാഹുവിലേക്ക് തവജ്ജുഹാകുന്ന അടിമയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ലൈലത്തുൽ ബറാഅയും വന്നു പോകും, ലൈലത്തുൽ മിഅ്റാജും വന്നു പോകും.
പിന്നെ ആ രാത്രി ചെയ്യേണ്ട പ്രത്യേകമായ അമലുകൾ എന്ന നിലയിൽ മാത്രമേ അതവന് പ്രാധാന്യമാവൂ. അല്ലാഹുവോക്ക് ക്ഷമായാചനം ചെയ്യുക എന്ന നിലയിൽ തലേന്നും പിറ്റേന്നും ഇടയിൽ അവന് വ്യത്യാസമില്ല. അവൻ എന്നൊരു പോലെയാ. അവനൊന്നും അല്ലാഹുവിന്റെ തഖറബ് യാചിച്ചുകൊണ്ടിരിക്കുക. ചിന്തിക്കണം. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തിയവരെ കഴിയും നമ്മൾ കഴിയുമെന്ന് തെളിയിച്ചു. ലൈലത്തുൽ ബറാഅയിൽ നമ്മൾ തെളിയിച്ചു നമുക്ക് കഴിയും. ലൈലത്തുൽ മിഅ്റാജിൽ നമ്മൾ തെളിയിച്ചു നമുക്ക് കഴിയും. ലൈലത്തുൽ ആശൂറയിൽ നമ്മൾ തെളിയിച്ചു നമുക്ക് കഴിയും. ലൈലത്തുൽ റമളാനിൽ നമ്മൾ തെളിയിച്ചു നമുക്ക് കഴിയും. ലൈലത്തുൽ ഈദൈനിൽ നമ്മൾ തെളിയിച്ചു നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് കയറണം. എന്നും 1-ാം ക്ലാസ്സിൽ മാത്രം കിടക്കരുത്, 2-ാം ക്ലാസ്സിലേക്ക് പോകണം. എന്നും 1-ാം ക്ലാസ്സിലേക്ക് കിടക്കണം. 1-ാം ക്ലാസ്സിൽ കിടക്കുക, 1-ാം ക്ലാസ്സിൽ ഇരിക്കുക എന്നത് സത്യത്തിൽ അഭിമാനമാവുക. തീരെ ക്ലാസ് റൂം തീരെ കാണാത്തവനിലേക്ക് ചേർത്ത് നോക്കിയാൽ മാത്രമേ 1-ാം ക്ലാസ്സിൽ പോകുന്നു എന്നത്, അവൻ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ എന്നൊരു അഭിമാനമേ അവനുണ്ടാവാൻ അത്രയേ ഉള്ളൂ. തീരെ സ്കൂളിൽ വരാതെ തേരാപാര നടക്കുന്ന ഒരുത്തന്റെ മുന്നിൽ മാത്രമേ സ്കൂളിൽ നിത്യേന പോകുന്ന ഒരാൾക്ക് അഭിമാനമുള്ളൂ. നേരെ മറിച്ച് 1-ാം ക്ലാസ് കഴിഞ്ഞാൽ 2-ാം ക്ലാസ്സിൽ പോകണം, 2-ാം ക്ലാസ് കഴിഞ്ഞാൽ 3-ാം ക്ലാസ്സിൽ പോകും. ചിന്തിക്കണം. ഉയർന്നുയർന്നേ പോകണം. അടിമകൾക്ക് ഉയർന്നുയർന്നേ പോകണം. സ്വർഗമെന്നാൽ ഉയർച്ചയാണ്. നരകമെന്നാൽ താഴ്ചയാണ്. സ്വർഗമെന്നാൽ ഉയർച്ചയാണ്. സ്വർഗമെന്നാൽ ഉയർച്ചയാണ്. സതറൗന അഹ്ല ദറജാത്തിൽ ഉലാ കമാ തറൗനൽ കൗകബദ്ദുലിയ ഫിസ്സമാ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തിയാൽ കാണുക, നിങ്ങൾ ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളെ കാണുന്നത് പോലെയാകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതായത് ഉയരത്തിലായിരിക്കും. പോയി കേറി ക്ലാസ് വീണ്ടും കയറി, അവിടുന്ന് വീണ്ടും പോയി, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി, അതിൻ്റെ അവിടുന്ന് PhD എടുത്തു. പിന്നെ ഒരു PhD അവസാനിപ്പിച്ചില്ല, വീണ്ടും അടുത്ത PhDക്ക് പോയി, പിന്നെ ഡോക്ടറേറ്റ്, അവിടുന്ന് വീണ്ടും പോയി, അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി. എന്നും 1-ാം ക്ലാസ് കിടക്കിയത് 2-ാം ക്ലാസ്സിൽ കയറണം. ചിന്തിക്കണം. എന്നാൽ ലൈലത്തുൽ മിഅ്റാജ് അന്നൊന്ന് ഹയാത്താക്കല്ലോ, എന്നാൽ ലൈലത്തുൽ ബറാഅത്ത് അന്നൊന്ന് ഹയാത്താക്കല്ലോ, എന്നാൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവാൻ സാധ്യത അന്നൊന്ന് ഹയാത്താക്കല്ലോ എന്ന അവസ്ഥയിൽ നിന്ന് എന്നും അടിമയെ സംബന്ധിച്ചിടത്തോളം എന്നും وذلك كل ليلة الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. الله 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 عليه توكلوا. ബഹുമാനപ്പെട്ട സൂറത്ത് ആൽ ഇംറാന്റെ 17-ാമത്തെ വചനം. മുഅ്മിനീങ്ങൾ ഗുണം പറയാണ്. മുഅ്മിനീങ്ങൾ സ്വാബിരീന والصادقين والقانتين والمنفقين والمستغفرين بالأسحار. الصابرين അവർ ക്ഷമാശീലന്മാരാണ്. എന്തിനു ക്ഷമിക്കും? കുല്ലു മിൻ ഇൻദില്ലാഹി, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കും. എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അവർ ക്ഷമിക്കും. സ്വാബിരീന, പിന്നെ വസ്വാദിഖീന, വാക്കിലും പ്രവൃത്തിയിലും അംഗീകാരത്തിലും അവർ സത്യത്തെ പുലർത്തും. അവർ സത്യം മാത്രമേ ചെയ്യുള്ളൂ, അവർ സത്യം മാത്രമേ പറയുള്ളൂ. പിന്നവരാരാ? അവർ അനുസരണയുള്ളവരാണ്. അവർ റബ്ബിനെയും റബ്ബിന്റെ തിരുദൂതനെയും അനുസരിക്കുന്നവരാണ്. മുഅ്മിനെ, മിഅ്റാജിന്റെ രാത്രി തേടി നടന്ന മുഅ്മിനെ കഴിയും നിനക്ക്. ബറാഅത്തിന്റെ രാത്രി തേടി നടന്ന മുഅ്മിനെ കഴിയും നിനക്ക്. കഴിയും എന്ന് നീ തെളിയിച്ചു. എത്ര ദിക്ർ കിട്ടിയാലും നിനക്ക് രാത്രി ചൊല്ലി തീർക്കാൻ കഴിയും. എത്രയും 2700 ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞ ചൊല്ലി തീർത്തു. പല ആയത്തുകളും പല സൂറത്തുകളും എല്ലാം ചൊല്ലി തീർക്കുക ഒരു പ്രയാസമില്ല. പൊട്ടിക്കരയാൻ വിവിധങ്ങളായ സന്ദർഭങ്ങൾ പൊട്ടിക്കരഞ്ഞു, മക്കളെ കൂട്ടിക്കരഞ്ഞു. അടുക്കളയും ബെഡ്റൂമും വീടിന്റെ അകത്തളവും വീടിന്റെ മുറ്റവും ഒക്കെ നീ അള്ളാഹുവോടുള്ള ക്ഷമായാചനം കൊണ്ട് നിറച്ചു. അപ്പം നിനക്ക് കഴിയും. പക്ഷെ അതൊരു രാത്രി പോരാ. അസ്വാബിരീന വസ്വാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ. ആരാണ് അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകൾ? അള്ളാഹു പൊരുത്തപ്പെട്ട
പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചേർക്കട്ടെ അല്ലാഹ്. അവന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചേർക്കട്ടെ അല്ലാഹു തആല. പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചേർക്കട്ടെ. ആരാണ് ഈ പൊരുത്തപ്പെട്ട അടിമകൾ? വെറും ബറാഅത്തിൽ മാത്രം എണീക്കുകയും ബാക്കി മുഴുവനും കിടന്നുറങ്ങുകയും ചെയ്യുന്നവരല്ല. മിഅ്റാജ് മാത്രം എണീക്കുകയും രാത്രി കിടന്നുറങ്ങുന്നവരും അല്ല. റമദാൻ രാത്രിയിൽ മാത്രം എണീക്കുകയും ബാക്കി മുഴുവൻ കിടന്നുറങ്ങുന്നവരും അല്ല. പിന്നാരാ? الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമാശീലരാണ്. എന്ത് പ്രതിസന്ധി വന്നാലും ക്ഷമിക്കും. കച്ചവടം പീടി തുറന്നിട്ട് ദിവസങ്ങളായി അവർ ക്ഷമിക്കും. 10 രൂപ വരുമാനം ഉണ്ടായിട്ട് കാലങ്ങൾ കുറയായി ക്ഷമിക്കും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ തഖ്ദീറാണ്, എന്റെ അധ്വാനമല്ല. എത്ര വലിയ പണ്ഡിതന്മാരുണ്ടാകും, അഷ്ടിക്ക് വൈകയില്ലാതെ കഴിഞ്ഞു പോകും. എത്ര ജാഹിലിങ്ങൾ ഉണ്ടാവും, അവർക്ക് ഭക്ഷണവും നേട്ടവും വരുമാനവും കുമിഞ്ഞേ കൂടും. അപ്പൊ ഒരിക്കലും അത് തന്റെ അധ്വാനമല്ല, അള്ളാന്റെ തഖ്ദീറാണ്. വിവരം ഉണ്ടായതുകൊണ്ട് പണം കിട്ടിക്കൊള്ളണമെന്നില്ല, വിവരം ഇല്ലാത്തത് കൊണ്ട് വരുമാനം ഉണ്ടാവാതിരുന്നു എന്നും ഇല്ല. അതിനകത്ത് അധ്വാനിക്കേണ്ടതല്ല. അധ്വാനം അള്ളാഹു നമുക്ക് നമ്മുടെ മേൽ വെച്ച ഒരു കാര്യമാണ്, നമ്മൾ അധ്വാനിക്കണം. അപ്പൊ പീടിക പൂട്ടി പ്രശ്നമൊന്നും വേണ്ട. വരുമാനം അള്ളാഹു വേറെ വഴി, ജീവിക്കാനുള്ള വഴി അള്ളാഹു വേറെ വഴി എങ്ങനെയെങ്കിലും തുറന്നുതരും. അള്ളാഹു തആലാന്റെ തഖ്ദീർ നടക്കും. ഇനി അത് പീടിക തുറന്നുവെച്ചാലും ചിലപ്പോൾ തഖ്ദീർ അങ്ങനെ തന്നെ നടക്കും, തഖ്ദീർ. അപ്പോൾ അവർ ഏത് പ്രതിസന്ധിയിലും അവർ അല്ലാഹുവിൽ ക്ഷമിക്കുന്നവരാണ്. ഏത് രാജാവിന്റെ മുന്നിൽ അവർ നേര് പറയുന്നവരാണ്. പിന്നെ അവർ അല്ലാഹുവിനെയും തിരുദൂതരെയും നിയമപ്രമാണങ്ങളെയും അനുസരിക്കുന്നവരാണ്. ക്ഷാമത്തിലും ക്ഷേമത്തിലും അവർ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. അവർ ക്ഷേമത്തിന്റെ തോതിലും ചെലവഴിക്കും, ക്ഷാമത്തിന്റെ തോതിലും ചെലവഴിക്കും. അവർ ചെലവഴിക്കാതെ മടിച്ചു നിൽക്കുകയില്ല. കയ്യിലുള്ളത് കൊടുത്താൽ കിട്ടൂല എന്ന പേടിയും അവർക്കില്ല. എന്തുകൊണ്ട്? കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹുവിൻ്റെതാണ് എന്നൊരു ബോധം, അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ് എന്നൊരു ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് ചെലവഴിക്കാൻ അവർക്ക് മടിയില്ല. എന്താണ് അവർക്ക് അവസാനം പറഞ്ഞ ഗുണം? അസ്വാബിരീന വസ്വാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന. 5 ഗുണങ്ങളാണ് പറഞ്ഞത്. അസ്വാബിരീന, ഏത് പ്രതിസന്ധിയിലും ക്ഷമിക്കും, ഏത് പ്രതിസന്ധിയും ക്ഷമിക്കും. ആരോഗ്യമാണെങ്കിലും ക്ഷമിക്കും, രോഗമാണെങ്കിലും ക്ഷമിക്കും. അതിന്റെ മോചനത്തിന് തേടുവെങ്കിലും ക്ഷമിക്കും. അസ്വാബിരീന വസ്വാദിഖീന, തനിക്ക് നേട്ടം ലഭിക്കുമെന്ന് വിചാരിച്ച് കളവ് പറയുകയില്ല. വസ്വാദിഖീന, ഏത് അക്രമിയുടെ മുന്നിലും അവർ നേര് പറയും, ഏത് സാഹചര്യത്തിലും നേര് പറയും. വൽഖാനിതീന, നിയമപ്രമാണങ്ങളെ അനുസരിക്കും. പിന്നെ ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കുകയും ചെയ്യും. 4. എന്താ 5ാമത്തെ ഗുണം? 5ാമത്തെ ഗുണം വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, എല്ലാ യാമങ്ങളിലും അവർ ക്ഷമായാചനം ചെയ്ത് പൊട്ടിക്കരയുന്നവരാണ്. എന്നും അവർക്ക് ലൈലത്തുൽ ബറാഅയാണ്, എന്നും ലൈലത്തുൽ ബറാഅയാണ്. മോചനം തേടി അലഞ്ഞുകൊണ്ട് കരയും. എല്ലാ രാത്രിയും അവർക്ക് ലൈലത്തുൽ ബറാഅയാണ്. ലൈലത്തുൽ ബറാഅക്ക് പ്രാധാന്യമില്ല, തീർച്ചയായും ഉണ്ട്. പക്ഷേ മുഅ്മിനായ മനുഷ്യനെ എല്ലാ രാത്രിയും ലൈലത്തുൽ ബറാഅയാക്കാൻ കഴിവുന്നവനാണ്. വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, എല്ലാ രാത്രിയും അവർ ക്ഷമായാചനം ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തെളിയിച്ചു നമുക്ക് ക്ഷമായാചനത്തിന് കഴിയുമെന്ന്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തെളിയിച്ചു നമുക്ക് രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുമെന്ന്. ഈ ബറാത്തുകളിലും മിഅ്റാജുകളിലും അശ്റായിലും തസ്വായിലും എല്ലാം നമ്മൾ തെളിയിച്ച് നമുക്ക് കഴിയും. വളരെ ചിന്തിക്കണം. മക്കയിലെത്തിയാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കിടന്നുറങ്ങും. പിന്നെ എണീറ്റിട്ട് തന്റെ മുസല്ലയും എടുത്തുകൊണ്ട് കിട്ടിയെടുത്തിരിക്കാമെന്ന് വിചാരിച്ച് പരിശുദ്ധ ഹറമിലേക്കോടും, പരിശുദ്ധ ജിബാലുൽ കഅബയിലേക്കോടും. എന്നിട്ട് രാത്രി 2 മണിക്ക് 1 മണി 1.5 മണി 2 മണി 2.5 മണി ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞ് തവാഫിലാകും, ചിലപ്പോൾ തളർന്നാലോ എന്നാലും ഉറക്കം വരികയില്ല. പൊട്ടിക്കരഞ്ഞ് കഅബാലയത്തെ നോക്കിയിരുന്നോട്ട് കരയും. അപ്പോൾ തെളിയിച്ചു നിനക്ക് കഴിയും. നേരം വെളുക്കുന്നവരെ ബറായിൽ ഉറങ്ങിയില്ല,
കഴിഞ്ഞ ലൈലത്തുൽ ബറാത്ത് രാത്രി നീ ഉറങ്ങിയിട്ടില്ല, അപ്പോൾ നിനക്ക് കഴിയുന്നതാണ്. അതിനർത്ഥം ഉറങ്ങരുതെന്നല്ല, ഉറങ്ങാം. പക്ഷേ എണീറ്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാൻ നിനക്ക് കഴിയും, എനിക്ക് കഴിയും, നിനക്ക് കഴിയും. വദാലിക കുല്ല ലൈല എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട സൂറത്ത് ആല ഇംറാനിന്റെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല അവന്റെ അടിമയുടെ വിശേഷണത്തിൽ 5 ഗുണങ്ങളാണ് പറയുന്നത്. അസ്സാബിരീന والصادقين والقانتين والمنفقين والمستغفرين بالأسحار. അത്താഴയാമത്തിൽ പൊട്ടിക്കരയുക, അതായത് സുബഹയുടെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള ഏകദേശം 2 മണിക്കൂറിന്റെ ഉള്ളിലുള്ള നേരം. പാതിരാത്രി കഴിഞ്ഞാൽ തന്നെ സമയം ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അവസാന യാമം അതാണല്ലോ അത്താഴയാമം എന്ന് പറയുന്നത്. പാതിരാത്രി കഴിഞ്ഞാൽ തന്നെ തുടങ്ങും ആ സമയം. ഏറ്റവും പ്രധാനപ്പെട്ട അത്താഴയാമങ്ങൾ والمستغفرين بالأسحار والمستغفرين بالأسحار وذلك كل ليلة. അതെല്ലാ രാത്രിയിലും ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോചനം തേടിയും യസ്അലുല്ലാഹ മിൻ ഖൈരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെ ഖൈർ വേണോ തേടിക്കോ, ആഖിറത്തിലെ ഖൈർ വേണോ തേടിക്കോ. മറ്റുള്ളവരോട് നീ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ശരിയാണ്, പക്ഷെ നീയും നിനക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ പ്രപഞ്ചത്തിന്റെ നന്മയിൽ എല്ലാവർക്കും ഒരു ബാധ്യതയുണ്ട്. പ്രതിസന്ധികളെ പരിഹരിക്കാൻ എല്ലാവർക്കും അവരവരുടെ ഭാഗതയും നിർവഹിക്കാനുണ്ട്. ഇനി അതെല്ലാം അതിന്റെയൊക്കെ പുറമെ മനുഷ്യനിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കണം. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതം ഇതൊക്കെ അള്ളാഹുവിന് മുന്നിൽ പറയാനുള്ളത്. والمستغفرين بالأسحار എല്ലാ അത്താഴയാമങ്ങളിലും വദാലിക കുല്ല ലൈല. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് ഞാൻ ഇവിടെ കാണിച്ചു. വദാലിക കുല്ല ലൈല, വദാലിക കുല്ല ലൈല. എല്ലാ രാത്രിയും, എല്ലാ രാത്രിയും. ഭാര്യ ഈ കഴിഞ്ഞ ബറാഅത്തിന്റെ രാത്രി അല്ലെങ്കിൽ മെഹറാജിന്റെ രാത്രി അല്ലെങ്കിൽ അശ്വാഹിന്റെ രാത്രി ഭാര്യ ഭർത്താവിനെ വിളിച്ചില്ലേ ഒരല്പം കിടന്നപ്പോഴത്തിന്? അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ വിളിച്ചില്ലേ ഒരല്പം എനിക്ക് കുടുംബത്തിന്റെ ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക്. എന്നാൽ കണ്ടോളൂ, അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. ഹബീബായ നബി പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, വരെ പുരുഷൻ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ് പ്രാർത്ഥിച്ചത്? പുണ്യ മുഹമ്മദ് മുസ്തഫ. ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യുന്നതാണ്. ചെയ്യട്ടെ, പുണ്യ റസൂൽ പറയല്ലേ, ദുആ പുണ്യ റസൂലിൻ്റെതാണ്. ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യുന്നതാണ്. ആരാണ് ഈ പുരുഷൻ? ഖാമ മിനൽ ലൈൽ, രാത്രിയിൽ നിന്ന് അവൻ എണീറ്റു. ഫസല്ല, നിസ്കരിക്കുകയും ചെയ്തു. വയഖല ഇംറാതഹു, തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. ഫഇൻ അബത്ത്, അവൾ എണീറ്റില്ല. അവൾക്ക് ഉറക്കം നല്ല പിടിച്ച നേരാണ്, അവൾ എണീറ്റില്ല. അപ്പോൾ നലഹ ഫീ വജ്ഹിഹൽ മാ, നലഹ ഫീ വജ്ഹിഹാ, അവളുടെ മുഖത്തേക്ക് ഉടഞ്ഞു അൽമാ, വെള്ളത്തെ. ഒരു പുരുഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ പാതിരാത്രി കഴിഞ്ഞിട്ട് എണീറ്റു. രാത്രിയുടെ അത്താഴയാമം പ്രത്യേകിച്ചും അന്ത്യയാമം പ്രത്യേകിച്ചും ആ സമയമാണല്ലോ പറഞ്ഞത്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. നേരത്തെ കിടന്നുറങ്ങാൻ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കിടന്നുറങ്ങുകയും നേരത്തെ എണീക്കുകയും ചെയ്യുന്ന കാലത്തോളം റഹ്മത്ത് നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോവില്ല എന്ന് അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നാം ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഒരു പുരുഷൻ അല്ലാഹു തആല അനുഗ്രഹം ചെയ്യുന്നതാണ്. പാതിരാത്രി കഴിഞ്ഞാൽ ആ പുരുഷൻ എണീക്കും, അല്ലെങ്കിൽ അത്താഴയാമത്ത് എണീക്കും. അവ പരിശുദ്ധ രാത്രിയുടെ അവസാന യാമങ്ങളിൽ. എന്നിട്ട് നമസ്കരിക്കും. തന്റെ ഭാര്യയെ വിളിച്ചുണർത്തും. അവൾ എണീറ്റില്ലെങ്കിൽ അവളെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞിട്ടെങ്കിലും എണീപ്പിക്കും. എണീക്ക് പ്രേരിപ്പിക്കും. വെള്ളം കുടയുക എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പരമാവധി കുടുങ്ങിയാൽ അത് ചെയ്യുന്നു, അല്ലാതെ നേരെ ഭാര്യയുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തൊട്ടിയിലാക്കി ഒഴിക്കുന്നല്ല പറഞ്ഞതിന്റെ താല്പര്യം. അവൾ എണീക്കുന്നില്ലെങ്കിൽ ഒരു നിലക്കോലെ വിളിച്ചുണർത്തിയിട്ട് എണീക്കാൻ നിർവാഹമില്ലെങ്കിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് മുഖത്തേക്ക് വെള്ളം കുടഞ്ഞാൽ എണീക്കാത്ത ആരുമില്ല, എണീറ്റോളും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പുരുഷന് മാത്രമല്ല, റഹിമല്ലാഹു ഒരു സ്ത്രീക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമെന്ന്, റഹ്മത്ത് ചെയ്യട്ടെ അല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യുന്നതാണ് എന്ന്, അനുഗ്രഹം ചൊരിയുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഖാമത്ത് മിനൽ ലൈൽ, പാതിരാത്രി കഴിഞ്ഞാൽ അവൾ എണീക്കും. ഫസല്ലത്ത്, എന്നിട്ട് അവൾ നിസ്കരിക്കും.
തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തും, തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തും. അവൻ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു, അവൻ എണീറ്റില്ല. അവൻ വീണ്ടും ഒന്നിലൂടെ പുതപ്പിലേക്ക് ഒന്നുകൂടെ വന്ന് കുലുങ്ങിയിട്ട് പുതപ്പിനുള്ളിലേക്ക് കയറി. അവൻ അല്ലെങ്കിൽ ഒരു നാല് വേണ്ടാത്ത പറഞ്ഞിട്ട് അവൻ വീണ്ടും കിടക്കാനുള്ള ഒരുക്കത്തിലാണ്. അവൾ വിട്ടില്ല. അവന്റെ മുഖത്തേക്ക് അവൾ വെള്ളം കുടഞ്ഞു. എന്നാൽ ആ പുരുഷൻ അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ട്, ആ സ്ത്രീക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം അല്ലാഹു ആ രാത്രി അവരുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ആയത്ത് പരിശോധിക്കുക. സ്വാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ. അത്താഴയാമങ്ങളിൽ പൊട്ടിക്കരയുക, അത്താഴയാമങ്ങളിൽ പൊട്ടിക്കരയുക. അല്ലാഹുവോട് അത്താഴയാമത്ത് ക്ഷമായാചന ചെയ്യാം. മാപ്പാക്കണേ 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 എന്ന് പറയാം. പ്രത്യേകിച്ച് അതാണല്ലോ പറയാറുള്ളത്. മാപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തുറന്നു വരും, എല്ലാം. അല്ലാഹു ഇല്ലാ മൻ താബ, സൂറത്തുൽ ഫുർഖാൻ 70-ാമത്തെ വചനം. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. ഈ ആയത്തിറങ്ങിയപ്പോൾ മദീനക്കാർ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആഘോഷിച്ച് സന്തോഷിച്ചതുപോലെ ഈ ആയത്തിറങ്ങിയ ദിവസം മദീനക്കാർ സന്തോഷിച്ചു എന്ന് ചില റിവായത്തുകളിൽ കാണാം. എന്തുകൊണ്ട്? വല്ലാത്തൊരു കാര്യമാണ്. മനുഷ്യന്റെ അബദ്ധങ്ങളെ അല്ലാഹുവിന്റെ മുന്നിൽ കെട്ടഴിച്ചു വെച്ച് ആരുടെയും മുന്നിൽ കുമ്പസരിക്കുകയല്ല. ഒരു പണ്ഡിതന്റെ മുന്നിൽ കുമ്പസരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ ഏകാന്തതയിൽ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞേ. എന്നാൽ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമല്ലോ. ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അത്താഴയാമങ്ങളിൽ അതിന് പറ്റിയ സമയമാണ്. അത്താഴയാമങ്ങളിലുള്ള ക്ഷമായാചനത്തെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് കാണാം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിരീന മാ താഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, എല്ലാ രാത്രിയിലും ഉറക്ക് ചുരുക്കുന്നവരാണ്. ഒരു ബറാഅത്തോ മിഅറാജോ മാത്രമല്ല. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, എല്ലാ രാത്രിയിലും ഉറക്ക് കുറക്കുന്നവരാണ്. അതിന്റെ അർത്ഥം ശരീരത്തിന് ആവശ്യമായ ഉറക്ക് വേണ്ടെന്നല്ല, അത് വേണം. നേരത്തെ കിടന്നാൽ മതി. മുഹമ്മദ് മുസ്തഫ ഇശ കഴിഞ്ഞാൽ റസൂൽ കിടക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രാത്രി എണീറ്റു, പാതിരാത്രി എണീറ്റു, പിന്നെ നിസ്കരിച്ചു, ക്ഷമായാചനം ചെയ്തു. സുബഹിക്ക് ഇനിയും സമയമുണ്ട്. നിനക്കാകട്ടെ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാണ്ട്. പഠിച്ചു ഒരു നന്മ പഠിച്ചു. അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരു വർക്ക് നിനക്ക് ചെയ്യാൻ ചെയ്തോ. എന്തുകൊണ്ട്? അതൊക്കെ ഹൈറല്ലേ, ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. പാതിരാത്രി നീ 3 മണിക്ക് എണീറ്റു അല്ലെങ്കിൽ 3:30 മണിക്ക് എണീറ്റു. അല്ലാഹുവോട് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞു. ഇനിയോ ഒരു ചാപ്റ്റർ പഠിക്കാറുണ്ട്. പകലിരുന്നിട്ട് 4 മണിക്കൂർ പഠിക്കുന്നതിന് പകരം പാതിരാത്രി ഇരുന്നിട്ട് 1 മണിക്കൂർ പഠിച്ചാൽ മതി. 4 മണിക്കൂർ പകരം ഇവിടെ 8 മണിക്കൂറിന് എല്ലാം അടിച്ചും കൊടുക്കുള്ളൂ. എന്തുകൊണ്ട് ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്വാൻ വഅഖ്വമു ഖീലാ. മനുഷ്യന്റെ മനസ്സും ശരീരവും എല്ലാം താദാത്മ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണിതെന്ന് ഉത്സാരം. ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്വാൻ വഅഖ്വമു ഖീലാ. അജുസ്കരിച്ചു, പൊട്ടിക്കരഞ്ഞു. നിനക്കകത്ത് ഒരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, ചെയ്തോ. കുട്ടികൾക്ക് നാളെ പഠിപ്പിക്കാനുള്ള വിഷയം എഴുതി തീർത്തിട്ടില്ല, ചെയ്തോ. അല്ലെങ്കിൽ നാളെ ക്ലാസ്സിലേക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യം ചെയ്തിട്ടില്ല, ചെയ്തോ. എന്തുകൊണ്ട്? വിജ്ഞാനത്തിലേക്കുള്ള ഓരോ ചവിട്ടടിയും സ്വർഗത്തിലേക്കുള്ള ചവിട്ടടിയല്ലേ, അത് തന്നെ മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ തന്റെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. ഒരു പണിയെടുത്ത് തീർക്കാനുണ്ട്, അത് കമ്പ്യൂട്ടറിലാക്കാനുള്ള പണിയുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷയം ചെയ്തു തീർക്കാനുള്ള പണിയുണ്ട്, ചെയ്തു. അതുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മഴയത്ത്, ഭൂമിക്കൊരു ഹൈർ, ലോകത്തിനൊരു ഹൈർ ചെയ്തു. അതൊക്കെ നന്മ തന്നെയാണ്. പാതിരാത്രി കഴിഞ്ഞിട്ട് കുറഞ്ഞ നേരം ഇരുന്നാൽ വലിയ പണിയെടുക്കാൻ കഴിയും. പക്ഷേ മറക്കേണ്ട മർമ്മം എന്താ? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിരീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ
ഖബല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രി കുറഞ്ഞേ ഉറങ്ങുള്ളൂ. അതായത് ശരീരത്തിന് ആവശ്യമായ അളവിൽ അവർ ഉറങ്ങുള്ളൂ. പിന്നെ അവരെന്താ ചെയ്യുക? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രിയുടെ അന്ത്യയാമത്തിൽ പൊട്ടി കഴിഞ്ഞ് അല്ലാഹുവോട് ക്ഷമായാചന ചെയ്യും. പൊട്ടിക്കരയും, അല്ലാഹുവേ മാപ്പാക്കണേ, അല്ലാഹുവേ മാപ്പാക്കണേ. അപ്പോൾ അവർക്ക് മോചന രാത്രിയാണത് എന്ന് എല്ലാ രാത്രി വദാലിക കുല്ല ലൈല. വദാലിക എന്താ ലൈലത്തുൽ ബറാഅയുടെ അർത്ഥം? മോചനം തേടുന്ന രാത്രി, മോചനം നൽകുന്ന രാത്രി. വദാലിക കുല്ല ലൈല. അല്ലാഹുവോട് എന്ത് ചോദിച്ചാലും കൊടുക്കാൻ എല്ലാ രാത്രിയും കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ലൈലത്തുൽ ബറാഅക്ക് അതിന്റെ പ്രാധാന്യമില്ല, തീർച്ചയായും ഉണ്ട്. പക്ഷേ അത് മാത്രം ചെയ്തിട്ട് ബാക്കി കടന്നുറങ്ങുന്നതെല്ലാം അബ്ദ് ചെയ്യേണ്ടത്. അബ്ദ് അവിടുന്ന് കയറണം. 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സിലേക്ക് കയറണം. കഴിയും, തെളിയിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി അത് പ്രാവർത്തികമാക്കണം എല്ലാ രാത്രിയിലും. വദാലിക കുല്ല ലൈല, വദാലിക കുല്ല ലൈല. അതിനുവേണ്ടി തന്റെ ഭാര്യയുടെ അതിർത്തി കുറച്ച് വാങ്ങി അവളുടെ മുഖത്തേക്ക് വെള്ളം കുടിച്ചപ്പോൾ അവൾക്ക് കുറച്ച് അതിർത്തി ഉണ്ടായി, ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഭർത്താവിന്റെ അതിർത്തി കുറച്ച് വാങ്ങി അവന്റെ മുഖത്തേക്ക് വെള്ളം കുടിഞ്ഞപ്പോൾ കുറച്ച് അതിർത്തി ഉണ്ടായി, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അതൊക്കെ നല്ല കാര്യം. എന്തുകൊണ്ട്? അത് അവന്റെ മോചനത്തിന് വേണ്ടിയാണ്. ഏറ്റവും വലിയ സഹായി എന്ന് പറഞ്ഞാൽ പരലോകത്ത് വിജയിക്കാൻ സഹായിച്ചവനാണ്. അതാണല്ലോ വലിയ സഹായി. എന്തിനാ ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം കുടിഞ്ഞ? എന്തിനാ? പരലോകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലാഹു എനിക്ക് മാപ്പാക്കണേ എന്നൊന്ന് ഒരു വാക്ക് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞാൽ. കാരണം അവൾക്ക് അവനെ അറിയാലോ, അവൾക്ക് അവനെ അറിയില്ലേ? ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന. നഗ്നതയെ വസ്ത്രത്തിന് അറിയില്ലേ? നഗ്നതയെ വസ്ത്രത്തിന് അറിയുന്നത് പോലെയാണ് പുരുഷന് പെണ്ണിനെ അറിയും, ഭർത്താവിന് ഭാര്യയെ അറിയും, ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയും. അതാണല്ലോ വസ്ത്രം എന്ന് പറഞ്ഞത്. ഹുന്ന ലിബാസുല്ലക്കും, അണിഞ്ഞ വസ്ത്രമാണ്, അല്ലാതെ കപ്പോടിലിരിക്കുന്ന വസ്ത്രമല്ല. ലിബാസ് എന്ന് പറയുകയാണെങ്കിൽ ശരീരത്തിൽ അണിയണം, അതാണ് ലിബാസ് എന്ന് പറയാം, അല്ലെങ്കിൽ സൗബ് എന്ന് പറയാം. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. ഭർത്താവിന്റെ ചാബല്യങ്ങളെ ഭാര്യ അറിയും, ഭാര്യയുടെ ചാബല്യങ്ങളെ ഭർത്താവ് അറിയും. ശരീരത്തിന്റെ നഗ്നതകളെ വസ്ത്രം അറിയും, വസ്ത്രത്തിന്റെ നഗ്നതയെ ശരീരവും അറിയും. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. അപ്പോൾ എന്ത് ചെയ്തേ? രാത്രി അവളെ ഭർത്താവിനെ വന്ന് വിളിച്ച് കുലുക്കി, എണീറ്റില്ല. അപ്പൊ വീണ്ടും വെള്ളം കുടിഞ്ഞ് എണീപ്പിച്ച്. എന്തുകൊണ്ട്? അല്ലാഹു 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 അലൈഹി തവക്കലു. അല്ലാഹുവിലേക്ക് അഭയം തേടേണ്ട സമയമാണ്, അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. വദാലിക കുല്ല ലൈല, വദാലിക കുല്ല ലൈല. ഇപ്രകാരം എല്ലാ രാത്രിയും ഉണ്ട്. മോചനം എല്ലാ രാത്രിയും നടക്കുന്നുണ്ട്. ചോദിച്ചത് മുഴുവനും കൊടുക്കാൻ നീ ലൈലത്തുൽ ഖദ്ർ വരെ കാത്തിരിക്കേണ്ട. നിന്റെ വീട്ടിൽ തന്നെ ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. നിന്റെ രാത്രിയിലും ഏത് രാത്രിയിലും ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. ജനുവരി 1-ാം രാവിലും ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. ഏപ്രിൽ 1-ാം രാവിലും ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞാൽ തമ്മാടികൾക്കാണ്. നിനക്കതും ലൈലത്തുൽ ഖദ്റാണ്. നിനക്ക് ജൂൺ 1-ാം രാവും, ജൂൺ 10-ാം രാവും, ജൂൺ 15-ാം രാവും, ജൂൺ 20-ാം രാവും ഒക്കെ നിനക്ക് ലൈലത്തുൽ ഖദ്റാകാം. എന്തുകൊണ്ട്? അതൊക്കെ നിനക്ക് മോചന രാത്രിയാണ്. വദാലിക കുല്ല ലൈല വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ക്ഷമായാചനത്തിന് വേണ്ടി എല്ലാ രാത്രിയുടെയും അവസാന ഘട്ടം ഉപയോഗപ്പെടുത്തുന്നവരാണ് അവർ. എന്നും ബറാഅത്തിന്റെ രാത്രിയാക്കി മാറ്റും എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഇവിടെ പ്രധാനമായി ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ? നമുക്ക് കഴിയും എന്ന് നമ്മൾ തെളിയിച്ച് എല്ലാവരും ചെയ്യുന്ന ആളുകളെ പറ്റിയല്ല പറയുന്നത്. പക്ഷേ വിശേഷ ദിവസങ്ങളിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ബാക്കി ഉറങ്ങിക്കളയുകയും ചെയ്യുന്ന സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കണം. എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്റാക്കാൻ പറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വദാലിക കുല്ല ലൈല, വദാലിക കുല്ല ലൈല. എല്ലാ രാത്രിയും ഒരു സമയമുണ്ട്. ചോദിച്ച അല്ലാഹുവോട് കൊടുക്കും. അത് സാധാരണയാവാൻ സാധ്യത അത്താഴയാമത്തിനാണ്. എന്തുകൊണ്ട്? അത്താഴയാമത്തിനെയാണ് പ്രശംസിച്ച് ഒരുപാട് മനോഹരമായ വാക്കുകളായി പരിശുദ്ധ ഖുർആൻ നമ്മുടെ സ്മൃതി പഥങ്ങളെ ഉണർത്തുന്ന എത്രയോ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് അസഹാറിന്റെ സമയം, അത്താഴ സമയം എന്നാണ്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അതുകൊണ്ട് അതിനെ ആ രാത്രിയിൽ ആ സമയമേ ഉപയോഗപ്പെടുത്തണം. അത് ജീവിതത്തിൽ ആ സുലഭമായി എല്ലാ രാത്രിയും ആ സമയത്ത് നിനക്ക് എല്ലാം തേടും ചെയ്യാം. എന്ത്? അല്ലാഹുവേ പരാജയത്തിലാണ്, പരാജയം പരിഹരിക്കണം. അല്ലാഹുവേ കച്ചവടം വേണ്ടതുപോലെ നടക്കുന്നില്ല,
പരലോകത്തെ കാര്യമൊക്കെ പറഞ്ഞു സമയം മുഹമ്മദ് മുസ്തഫ പരലോകം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടില്ല. പരലോകം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടില്ല. പരലോകവും പറയാ, ഇഹലോകവും എമ്പാടും പറയാം, ഒരു പ്രശ്നവും ഇല്ല. മാത്രമല്ല അത്താഴയാമങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്, പാപമോചന പ്രാർത്ഥന നടത്തുന്നവരാണ് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്താ പാപമോചന പ്രാർത്ഥനയുടെ പ്രത്യേകത? മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ضيق مخرجا ويرزقه من حيث لا يحتسب എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ പൊതുവെ സ്ഥിരമായി ഒരാൾ ചെയ്യാൻ തയ്യാറായാൽ അല്ലാഹുവോട് എപ്പോഴും എല്ലാ രാത്രിയും എല്ലാ പകലും സമയം കിട്ടുമ്പോഴൊക്കെ പൊറുക്കലെത്തോടും. അല്ലാഹു മാപ്പാക്കണം, അല്ലാഹു മാപ്പാക്കണം, എല്ലാം മാപ്പാക്കണം. മനസ്സറിഞ്ഞ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു മാപ്പാക്കണമേ, അല്ലാഹു മാപ്പാക്ക എന്ന് ഏത് സമയം കിട്ടിയാലും ചെയ്യുന്ന ഒരാൾക്ക് ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, അവനെ മൂടി നിൽക്കുന്ന എല്ലാ ടെൻഷനിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു തുറവ് നൽകും, ഒരു തുറസ് നൽകും. അവിടുന്ന് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാർമേകൊക്കെ പെട്ടെന്നാണ് നീങ്ങും. ജോലിയിലെ പ്രയാസം, കച്ചവടത്തിലെ പ്രയാസം, കുടുംബത്തിലെ പ്രയാസം, മക്കളെ പ്രയാസം. കിട്ടുന്ന അവസരം മുഴുവൻ പാപമോചന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ അവന്റെ മനസ്സിനെ ബാധിക്കുന്ന എല്ലാവിധ ടെൻഷനിൽ നിന്നും അല്ലാഹു അവന് മോചനം നൽകും. എല്ലാ കുടുസുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയും അല്ലാഹു കാണിക്കും. വലിയ കുടുക്കിലാണ് അവൻ, രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു കാണിച്ചു കൊടുക്കും. രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു കാണിച്ചു. അവർക്ക് അറിയൂല ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ അറിയൂല, അവനറിയൂല. ഭരണിയിൽ കയറിയ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാനുള്ള വഴി അറിയില്ല. പക്ഷെ ഭരണിയുടെ ഉടമക്കാരനെ അതിനെ മൂടിയെടുക്കാൻ ഒരു സെക്കൻഡ് വേണ്ട. അതാണ് ഏത് കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കും. ആർക്ക്? ഏത് അവസരവും പാപമോചന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ പാപമോചന പ്രാർത്ഥന പതിവാക്കിയ ഒരാൾക്ക് എന്ത് കുടുക്ക് വരാനാണ്? എന്ത് കുടുക്കിനാണ് അവന് ബാക്കിയാവുക? രക്ഷപ്പെട്ട് പുറത്തുമില്ലേ? മാത്രമല്ല കമ്പനി പിരിച്ചുവിട്ടാലും അവൻ ജീവിക്കും. കച്ചവട പീടിക പൂട്ടിയാൽ ജീവിക്കും. കമ്പനി പിരിച്ചുവിട്ടാൽ അവൻ കമ്പനി തുടങ്ങാൻ അല്ലാഹു അവസരം നൽകും. അല്ലെങ്കിൽ അതിനേക്കാൾ മാനസിക ഉല്ലാസവും പ്രാർത്ഥമുള്ള കാര്യത്തിലേക്ക് അല്ലാഹുവിനെ തുറന്നു കൊടുക്കും. പേടിക്കണ്ട. അവൻ അറിയാത്ത വഴിയിലൂടെ, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന്റെ ജീവിത മാർഗം അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പാപമോചന പ്രാർത്ഥന സ്ഥിരമായി ചെയ്യുന്ന ഒരാൾക്ക് അവൻ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അവന്റെ വഴി അല്ലാഹു തുറന്നങ്ങോട്ട് കൊടുക്കും. അവന്റെ ജീവിത വാതായനങ്ങളെ അല്ലാഹു അങ്ങോട്ട് തുറക്കും. ഇപ്പൊ പീടിക പൂട്ടാന്ന് പറഞ്ഞ പല ആളുകൾ ഫോൺ ചെയ്യുന്നുണ്ട്. കച്ചവട പീടിക പൂട്ടി അല്ലാഹു ദുആ ചെയ്യാം, അല്ലാഹുവോട് ദുആ ചെയ്യണം. ആയിക്കോട്ടെ, എല്ലാവർക്കും പല ആളുകളും അങ്ങനെ പറയും, നമ്മളും പറയും, നിങ്ങളും പറയും. പക്ഷെ പേടിക്കണ്ട. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം പീടിക പൂട്ടിയാൽ അടുത്ത വഴി അല്ലാഹു തുറക്കും. കമ്പനി പൂട്ടി അടുത്ത വഴി അല്ലാഹു തുറക്കും. കമ്പനി പിരിച്ചുവിട്ടാലോ, പിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞല്ല, കമ്പനി അല്ലല്ലോ നിന്നെ ജയിപ്പിച്ചത്. കമ്പനിയിൽ എത്തുന്നത് വരെ കഴിഞ്ഞിട്ടല്ലല്ലോ നീ ജീവിച്ചത്. കമ്പനിയിൽ എത്തുന്ന മുമ്പ് നീ ജീവിച്ചിട്ടുണ്ടല്ലോ. കമ്പനിയിൽ എത്തിയതിനു ശേഷം നിനക്ക് ടെൻഷൻ കൂടുകയും നിനക്ക് പ്രഷർ കൂടുകയല്ലേ ചെയ്തത്. കമ്പനി ഇറങ്ങിയാൽ ചിലപ്പോൾ നിനക്ക് ടെൻഷനും പ്രഷറൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് വളരെ സന്തോഷകമായ വീട്ടിൻ്റെ അകത്തോടെ തന്നെ അല്ലാഹു നിനക്ക് വലിയ റാഹത്ത് നൽകും. അള്ളാഹുത്തിലാക്കുന്നൂടെ പിന്നെ അങ്ങനെ ജീവിക്കാൻ വഴി തുറന്നിട്ട് നീയല്ലോ, അല്ലാഹുവല്ലേ. പാപമോചന പ്രാർത്ഥന എല്ലാ ദിവസങ്ങളിലും, പകലുകളിലും, രാത്രികളിലും ചെയ്യേണ്ട സമയങ്ങൾ ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ അവന്റെ ജീവിത വാതായനങ്ങളെ, ജീവിത വഴികളെ, ജീവിത മാർഗങ്ങളെ അവൻ അറിയാത്ത വിധത്തിൽ അല്ലാഹു തുറന്നു കൊടുക്കും. അവൻ നിരീക്കാത്ത വിധത്തിൽ, അവൻ വിചാരിക്കാത്ത വിധത്തിൽ അല്ലാഹു അവന്റെ ജീവിത വഴികൾ തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കമ്പനി പൂട്ടി അല്ലെങ്കിൽ കമ്പനി പിരിച്ചുവിട്ടു 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന്റെ കൂട്ടുകാരനെ കാണുമ്പോൾ പറയും, ഞാൻ എന്നെ ദുബായിലെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ എന്തൊക്കെയോ കഷ്ടപ്പെട്ട് പൂട്ടി കരഞ്ഞ്. ഞാൻ ഒരു വേള ആത്മഹത്യ പോലും ആലോചിച്ചു, ഇനി എന്താ ചെയ്യുക,
ഇനി എന്താ ആവുക? പിന്നെ മുഅ്മിനായതോടെ നിർവാഹമില്ലെന്ന് വിചാരിച്ചാൽ ആത്മഹത്യ ചെയ്യാതെ പോകുന്നതാണ്. കാരണം എൻ്റെ മുന്നിൽ മാർഗമൊന്നുമില്ല. പഠിച്ചവനെ ഇപ്പോൾ ഇവിടെ നാട്ടിലെത്തിയപ്പോൾ വഴിയും കൊണ്ട് തുറന്ന്, അല്ല ഗൾഫിൽ തന്നെ ഞാൻ അടുത്തൊരു ഏർപ്പാട് ആലോചിച്ചു. അപ്പോഴാണ് അടുത്ത വഴിയും കൊണ്ട് തുറന്നത്. ഇപ്പോൾ ഞാൻ അൽഹംദുലില്ലാ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൊറോണ വന്നത് നന്നായി എന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കമ്പനി പിരിച്ചുവിട്ടത് നന്നായി എന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കച്ചവടം മുടങ്ങിയത് നന്നായി എന്നാണ്. എന്തുകൊണ്ട്? അന്ന് ഉള്ളതിനേക്കാൾ വലിയ വരുമാനം ഇപ്പോഴും, അന്ന് ഉള്ളതിനേക്കാൾ സന്തോഷകരമായ ജീവിതം, മാനസിക ഉല്ലാസം, ഒരല്പനേരം ഭാര്യയോട് സന്തോഷമായി സംസാരിച്ചിരിക്കാനുള്ള ഒരു അവസരം. മറ്റൊരു എപ്പോഴും ടെൻഷൻ കാരണം അവൾക്കും ദേഷ്യം. ഒന്ന് മനസ്സറിഞ്ഞ് അവളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് പൈസയൊക്കെ കയ്യിലുണ്ട്, പക്ഷെ ടെൻഷൻ കാരണം ഏത് നേരം ഭാര്യയുടെ ഒരു വീർത്ത മുഖം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് ഏത് നേരം ഒരു ടെൻഷൻ അതല്ലാത്ത വരുമാനം, കമ്പനി ഇതല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് പറയാനില്ല. ഇപ്പോൾ അങ്ങനെ ആവശ്യമായ വരുമാനമുണ്ട്, സന്തോഷകരമായ ജീവിതമുണ്ട്. രാത്രി അവസാനമാകുമ്പോൾ രണ്ടാളും എണീറ്റ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്, സന്തോഷം പങ്കിടുന്നുണ്ട്, ഒക്കെയുണ്ട്. അതാണ് അവൻ നിരീക്കാത്ത വിചാരിക്കാത്ത വഴികളിലൂടെ അല്ലാഹു ജീവിത മാർഗങ്ങളെ തുറന്നു കൊടുക്കും. ഒരിക്കലും ജീവിത മാർഗം നമ്മൾ നിശ്ചയിക്കേണ്ട. ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ഏൽപ്പിക്കും. അവനാണ് ഈ പ്രപഞ്ചത്തെ ചെറിയ കുഞ്ഞും പരമാണു മുതൽ പരമാണ്ട കടാഹം വരെ നിലനിർത്തുന്ന വരുത്തുന്നുണ്ട് അല്ലാഹ്. അതുകൊണ്ട് അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന والمنفقين والمستغفرين بالأسحار, പൊട്ടി ക്ഷമായാചനം ചെയ്യാൻ ഉള്ള ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല, ഞാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഒരു ഹദീത്ത് പറഞ്ഞ് ഈ ഉപന്യാസം അവസാനിപ്പിക്കാം. നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ മാത്രമുള്ള ഒരു ഹദീത്ത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ചിന്തിക്കണം. ഇന്നല്ലാഹു യഖൂൽ, മുത്തുനബി പറയാണ്, ഖുദ്സിയ ഹദീസ്, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹു യഖൂൽ, അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നുണ്ട്, നിലാഹും ബിഅഹ്ലിൽ അർളി അദാബാ, ഭൂമിയെ മുഴുവനും ശിക്ഷിച്ച് നശിപ്പിക്കാൻ പലപ്പോഴും ഞാൻ ആലോചിക്കുന്നതാണ്. ഇന്നി ലഅഹുമ്മു ബിഅഹ്ലിൽ അർളി അദാബൻ, ഭൂമിയിലെ ജനങ്ങളെ മൊത്തം ഒന്ന് ശിക്ഷിക്കാൻ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നതാണ്. എന്നാൽ പള്ളികളെ ദിനരാത്രങ്ങൾ നോക്കാതെ സദാസമയവും ആരാധന കൊണ്ട് പരിചരിച്ച് മനോഹരമാക്കുന്ന ആളുകളെ കാണുമ്പോൾ, പള്ളിയെ ആരാധന കൊണ്ട് തേജസ്സുറ്റരാക്കുന്നവരെ കാണുമ്പോൾ, അവർ പള്ളിയിലേക്ക് നടക്കുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു, ഒഴിവ് കിട്ടിയാൽ അവിടെ ഇഅ്തികാഫിരുന്ന് കരയുന്നു. പിന്നെയോ വൈലൽ മുജ്തഹിദീന വൈലൽ മുതഹജ്ജിദീന, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നവരെ കാണുമ്പോൾ, വൈലൽ മുതഹാബിയ ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ, വൈലൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴയാമങ്ങളിൽ പൊട്ടി എന്നോട് ക്ഷമായാചനം ചെയ്ത് പാപ്പാക്കണമേ, പുറത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാന രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റ് സുബഹിയുടെ മുമ്പ് പൊട്ടിക്കരയുന്നവരെ കാണുമ്പോൾ, സറഫ്തു അൻഹുമുൽ അദാബ, ഭൂമിയിലെ സകല മനുഷ്യരുടെ മേലും ഇറക്കേണ്ട ശിക്ഷ ഞാൻ ഒഴിവാക്കി കൊടുക്കുന്നതാണെന്ന് അല്ലാഹു പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. ഞാൻ പലപ്പോഴും ഈ ഭൂമിയിലെ ജനങ്ങളെ ഒന്നിച്ചൊന്ന് ശിക്ഷിക്കാൻ ആലോചിക്കാറുള്ളതാണ്. ഇന്നി ലഅഹുമ്മു ബിഅഹ്ലിൽ അർളി അദാബൻ ഫഇദാ നദർതു ഇലാ ഉമ്മാരി ബുയൂതി, ആരാധനകൾ കൊണ്ട് പള്ളികളെ ജീവസുറ്റരാക്കുന്നവരെ കാണുമ്പോൾ, വൈലൽ മുതഹജ്ജിദീന, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ കാണുമ്പോൾ, വൈലൽ മുതഹബ്ബീന ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുക, അല്ലാതെ ഒരു കച്ചവട ലാഭത്തിന് വേണ്ടിയല്ല, ഒരു കച്ചവട നേട്ടത്തിന് വേണ്ടിയല്ല. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. ഒരാളെ നാം അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു, അള്ളാഹുക്ക് വേണ്ടി അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു കെട്ടുബന്ധമില്ല, കുടുംബ ബന്ധമില്ല, ഇടപാട് ബന്ധമില്ല. പിന്നെ അയാളുടെ സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടി നാം എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ, ഈ ഭൗമമണ്ഡലത്തിലെ ജനങ്ങളെ മുഴുവനും ഞാൻ പലപ്പോഴും ഒന്നിച്ച് ശിക്ഷിക്കാൻ ആലോചിക്കുന്നതാണ് അള്ളാഹു പറയുന്നുണ്ട്. പക്ഷേ ആരാധനകൾ കൊണ്ട് പള്ളിയെ ജീവസുറ്റതാക്കുന്നവരെ കാണുമ്പോൾ, പിന്നെ രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ കാണുമ്പോൾ, പിന്നെ എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ, പിന്നെയോ
വഇലൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റ് മാപ്പാക്കണേ, പുറത്തു തരണേ, സ്വർഗം തരണേ, നരകം ഒഴിവാക്കി തരണമേ പൊട്ടി കരഞ്ഞു പറയുന്നവരെ കാണുമ്പോൾ സറഫ്തു അൻഹുമുൽ അദാബ, ഈ ഭൗമവാസികളെ മുഴുവനും ശിക്ഷിക്കുന്ന ഉദ്ദേശം ഞാൻ ഒഴിവാക്കൽ പതിവാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരു കാര്യം ഇതിന് മനസ്സിലാക്കാം, ആരാധനകൾ കൊണ്ട് പള്ളിയെ ജീവസറ്റാക്കുന്നവർ ചെയ്യുന്നത് സത്യത്തിൽ തനിക്ക് വേണ്ടിയല്ല, ഈ ഭൗമമണ്ഡലത്തിന് വേണ്ടി കൂടിയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ തനിക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, അവർ ഈ ഭൗമമണ്ഡലത്തിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള പ്രതിനിധികളാണ്. അള്ളാഹുക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഒരാളെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ സ്നേഹിക്കുന്നവർ സത്യത്തിൽ സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, അവർ ഈ ഭൗമമണ്ഡലത്തിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. രാത്രി അന്ത്യയാമത്തിൽ പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവോട് മാപ്പാക്കണേ എന്ന് പറയുന്നവർ അവർക്ക് വേണ്ടി മാത്രമല്ല അർത്ഥിക്കുന്നത്, ഈ ഭൗമമണ്ഡലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ്. അവർ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് എന്നാണ് ഇതിന്റെ ഉത്സാരം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ചിന്തിക്കുക, എന്നും ബറാഅത്താക്കാൻ കഴിയും, എന്നും ലൈലത്തുൽ മിഅ്റാജ് ആക്കാൻ കഴിയും, എന്നും ലൈലത്തുൽ ഉമ്മാന. എന്നാൽ ആ രാത്രികൾക്കൊക്കെ പ്രാധാന്യമില്ലേ? തീർച്ചയായും ഉണ്ട്. അത് പഞ്ചാരക്കുന്നിൽ തേന്മഴ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അപ്പൊ ഈ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ ആവുമ്പോ പിന്നെ നമുക്ക് ആ രാത്രി ഉണ്ട്. പഞ്ചാരക്കുന്നിന്മേ തേന്മഴ എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രയോഗമുണ്ടല്ലോ എന്നതുപോലെയാണ്. എല്ലാ രാത്രി പൊട്ടിക്കരയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ബറാഅ വന്നാൽ അവർക്കത് പഞ്ചാരക്കുന്നിന്റെ മേൽ തേന്മഴയാണ്. എല്ലാ രാത്രിയും പൊട്ടിക്കരയുന്ന ആളുകൾക്ക് ലൈലത്തുൽ മിഅ്റാജിലെ ഉണ്ട്, അതൊക്കെ പഞ്ചാരക്കുന്നിന്റെ മേൽ തേന്മഴയാണ്. എല്ലാ രാത്രിയും പൊട്ടിക്കരയുന്ന ആളുകൾക്ക് ലയാലി റമദാനിലെ ഉണ്ട്, അത് പഞ്ചാരക്കുന്നിന്റെ മേൽ തേന്മഴയാണ്. എല്ലാ രാത്രിയും പൊട്ടിക്കരയുന്ന ആളുകൾക്ക് അറഫ രാവിലെ, പെരുന്നാൾ രാവിലെ, ആശുറ രാവിലെ ഉണ്ട്, അതവർക്ക് പഞ്ചാരക്കുന്നിന്റെ മേൽ തേന്മഴ എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് ഒന്നാം ക്ലാസ്സിൽ മാത്രം കിടക്കാൻ നോക്കരുത്. എന്നാ ലൈലത്തുൽ ഖദ്ർ, എന്നാ ലൈലത്തുൽ മിഅ്റാജ് എന്ന് അന്വേഷിക്കുന്നതിന് പകരം അതൊക്കെ ഉണ്ടെങ്കിലും അതിന് പ്രാധാന്യങ്ങൾ തീർച്ചയായും ഉണ്ടെങ്കിലും പഞ്ചാരക്കുന്നിന്റെ മേൽ തേന്മഴയൊക്കെ ഉണ്ടെങ്കിലും എന്നും പഞ്ചാരക്കുന്നാക്കാൻ, നമ്മുടെ ഇരിക്കുന്ന കുന്ന് പഞ്ചാരക്കുന്നാക്കാൻ നാം ശ്രമിക്കുക. വിചാരിച്ചാൽ കഴിയുമെന്ന് നമ്മൾ ഈ കഴിഞ്ഞ രാത്രി പോലും തെളിയിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റാത്തി ജമീഇ المذكورين وغير المذكورين من الأنبياء المرسلين وأولياء الله كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.